വർഷം 1985 ഫെബ്രുവരി 5. ജോസിനും ഭാര്യ മറിയക്കും നാലാമതായി ഒരു കുട്ടി ജനിക്കുന്നു. ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുന്ന കാരണം ആ കുട്ടിയെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വിധിയെ മാറ്റി നിർത്തി അവൻ ജനിക്കുന്നു. റൊണാൾഡ്രിഗോ എന്നയാളുടെ കടുത്ത ആരാധകനായിരുന്ന അച്ഛൻ മകന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പേരിടുകയാണ്. തൻ്റെ ഒഴിവു സമയങ്ങളിലെല്ലാം അച്ഛൻ റൊണാൾഡോയെ ഫുട്ബോൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പതിയെ ഫുട്ബോൾ റൊണാൾഡോക്കൊരു ആവേശമായി മാറി. തൻ്റെ 8-ാം വയസ്സിൽ ഒരു ലോക്കൽ ക്ലബിനു വേണ്ടിയും തൻ്റെ 10-ാം വയസ്സിൽ നാഷണൽ എന്ന ക്ലബിനു വേണ്ടിയും പിന്നീട് 12-ാം വയസ്സിൽ ലിസ്ബൺ പോർച്ചുഗൽ എന്ന ക്ലബിനു വേണ്ടിയും പന്ത് തട്ടുകയാണ്. അവിടെ മികച്ച പ്രകടനമായിരുന്നു റൊണാൾഡോ കാഴ്ചവെച്ചത്. പിന്നീട് വർഷം 2009 തൻ്റെ 18-ാം വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി പന്ത് തട്ടുകയാണ്. വളരെ മികച്ച പ്രകടനമായിരുന്നു റൊണാൾഡോ അവിടെയും കാഴ്ചവെച്ചത്. നീണ്ട 9 വർഷക്കാലത്തിന് ശേഷം റൊണാൾഡോയെ റിയൽ മാഡ്രിഡ് സൈൻ ചെയ്യുകയാണ്. ബാലൻ ഡിയോറും UCL കിരീടങ്ങളും അങ്ങനെ ഒട്ടനവധി ട്രോഫികൾ. പിന്നീട് 2021 ജുവന്റസിനു വേണ്ടി പന്ത് തട്ടുന്നു. പിന്നീട് 2023 വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ അവിടെ റൊണാൾഡോയെ മര്യാദക്ക് കളിപ്പിക്കാത്ത സാഹചര്യത്തിൽ 2023 സൗദി ക്ലബ്ബായ അൽ നസറിന് വേണ്ടി പന്ത് തട്ടുന്നു. വളരെ മികച്ച പ്രകടനമാണ് അവിടെയും റൊണാൾഡോ കാഴ്ചവെച്ചത്. അന്നവൻ ഓർത്തുകാണില്ല ദാരിദ്ര്യത്തിൽ നിന്നും ഇത്രയും വലിയ പണക്കാരനാവുമെന്ന്. ഇന്ന് അവൻ്റെ പേരിൽ പോർച്ചുഗലിൽ ഒരു എയർപോർട്ട് വരെയുണ്ട്. താൻ അനുഭവിച്ച വേദനകളൊന്നും ഇനിയൊരാളും അനുഭവിക്കരുതെന്ന് ആലോചിക്കുന്ന ഒരേയൊരു വ്യക്തി, ദ റിയൽ ഗോട്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവെയ്റോ.